and all present here. It's given me a great pleasure to extend to you all a very warm welcome on behalf of Tip Top Public School and Kindergarten. Today we have for the annual day celebration of our school. I extend a hearty welcome to our chief guest, Mr. TPM Sajal Muhammad, Secretary, MES School, Pavangar. Then I heartily welcome to Srimati Krishnakumari Ma'am, Corporation Standing Committee Chairperson. She has been supporting us in all our activities. We are grateful to you for accepting our invitation. I am profoundly delighted to take this opportunity to welcome Mr. N.C. Abdullah Kutti, Headmaster of Calicut Orphanage School. I would like to extend a gracious and inclusive welcome to Mr. Abdul Rahman Sir, MES. Then I heartily welcome our manager, Mr. Hafiz Muhammad Sir. Then I would like to welcome Mrs. Subira Safar. She was our former headmistress and now she is working as headmistress in our EduConcept Academy. Then I would like to welcome our beloved headmistress, Mrs. Mary Pauline and Mrs. Danya Bhargavan, reputed headmistress of Tip Top Kindergarten. Then I welcome Mr. Najib, administrator of Tip Top Public School. I would like to extend a gracious welcome to our PTA member, Mrs. Shiji. Then I welcome our school leader, Deksh PK. I also extend a hearty welcome to all my colleagues and parents. It's my turn to welcome all the students who contribute to make today's function a great success. Last but not least, I would like to welcome each and everyone who gathered here. Thank you. Good evening all. എല്ലാവർക്കും ടിപ് ടോപ്പ് സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു ആനുവൽ ഡേ വിഷ് ചെയ്യുകയാണ്. ഈ സ്കൂള് മുന്നേ കൃഷ്ണ മെമ്മോറിയൽ സ്കൂളായിരുന്നു. അതിനുശേഷം 17 വർഷമായിട്ട് ടിപ് ടോപ്പ് സ്കൂളായിട്ടും ടോട്ടൽ 35 വർഷമായിട്ടൊരു സ്കൂളാണിത്. ഇവിടെ പഠിച്ച കുട്ടികൾ പലതും ഇപ്പോൾ സമൂഹത്തിൽ പല നല്ല ജോലിയിലും നല്ല സ്ഥാനത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈവറ്റ് സ്കൂളാണെങ്കിലും ഈ നാട്ടിൻ്റെ സ്പന്ദനമാണ് നമ്മുടെ സ്കൂൾ. ഇവിടെ പഠിച്ച കുട്ടികൾ പഠനം നന്നായി തുടർന്ന് എൻട്രൻസ് എക്സാമിനും എല്ലാം ഉയർന്ന റാങ്ക് നേടുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനടക്കമുള്ള HM ടീച്ചേഴ്സ് അടക്കമുള്ള ടിപ് ടോപ്പ് ടീം ഇവിടെ കുട്ടികളോടൊപ്പം ജീവിക്കുന്നു. അവരുടെ ചെറിയ ചെറിയ കാര്യത്തിൽ കൂടെ കൂടുന്നു. ബുക്കിനും എക്സാമിനും പുറമെ എക്സ്ട്രാ ആക്ടിവിറ്റീസിലും ഇവിടുത്തെ കുട്ടികൾ കഴിവ് തെളിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് നടന്ന 1000-ലധികം കുട്ടികൾ പങ്കെടുത്ത അബാക്കസിൻ്റെ ഓൾ കേരള കോമ്പറ്റീഷനിൽ 1000-ഓളം കുട്ടികൾ പങ്കെടുത്തിരുന്നു. അതിൽ നമ്മുടെ 8 കുട്ടികൾ 200 ഫസ്റ്റ് 200-200 വന്നിട്ടുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അതിന് പുറമെ നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റി ആയിട്ടുള്ള സ്പെൽ ബി, ക്യൂസ്, മറ്റുള്ള എല്ലാത്തിലും നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികളെല്ലാം ഈ ഇവിടുത്തെ കരാട്ട ടീം ഗ്രീൻ ബെൽറ്റിലേക്ക് വരികയാണ്. ഇത് ചെറിയ സ്കൂളാണെങ്കിലും നമ്മുടെ കുട്ടികൾ ഒന്നും മിസ്സാകാതെ ഇവിടെ പഠിച്ച് അവർ 4th ശേഷം ഇവിടെ പഠിച്ച് മറ്റുള്ള സ്കൂളിൽ പോകുമ്പോൾ മറ്റുള്ള കുട്ടികൾ മറ്റുള്ള പല സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകും. അവിടെ അവരിൽ ഒന്നിലും കുറവ് വരാത്ത കുട്ടികളായി ഇവിടെ അവർ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. എല്ലാ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പ്രൈമറി സ്കൂളിൻ്റെ ഉള്ളത്. എല്ലാ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെസ്സായാലും എന്തായാലും സ്പോർട്സിലായാലും ഫുട്ബോളിലായാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഇവിടുത്തെ ലിമിറ്റിൽ വെച്ചുകൊണ്ട് അവർക്കൊന്നും മിസ്സിങ് വരാത്ത ടൈമിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി അവർ 4th കഴിഞ്ഞ് വേറെ സ്കൂളിൽ പോയാൽ അവിടെയും അവർ മറ്റുള്ള കുട്ടികളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കണം. എക്സാമ്പിളായിട്ട് നമ്മുടെ കുട്ടികളിപ്പോൾ ഈ വർഷം സെൻറ്റ് ജോസഫിൽ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കുട്ടി നമ്മളിവിടുന്ന് പോയിട്ടുള്ള കുട്ടിയാണ്. ഈ വർഷം പിന്നെ എൻട്രൻസിന് നമ്മൾ MBBSന് നമ്മളിവിടുത്തെ ഒരു കുട്ടി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറും MBBSന് ഒരു കുട്ടിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ JEE ഇന്നലെ വന്ന റാങ്ക് ലിസ്റ്റിൽ ഇവിടെ പഠിച്ചൊരു കുട്ടിയുണ്ട്. അങ്ങനെ പല സന്തോഷ വാർത്ത ഇവിടെയുള്ള നമ്മുടെ ഇതായിട്ട് അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എപ്പോഴും വേണം. പാരൻസ് കുട്ടിയോടൊപ്പം സപ്പോർട്ട് ചെയ്ത് പോയാൽ മാത്രമേ ഇവിടെ 4th നിർത്തിയാൽ പോരാ. പിന്നെയും നിങ്ങൾ നല്ല സ്കൂളാണ്, എല്ലാ സ്കൂളും നല്ലതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. പാരൻസിന് സപ്പോർട്ടുള്ളിടത്തോളം കാലം കുട്ടികൾ പഠിച്ച് നല്ല നിലയിലെത്തും. അവരെ കൂടെ നിങ്ങളിവിടെ ഞങ്ങളോട് സഹകരിച്ചു, ഇവിടെ ഞങ്ങളോട് ചേർത്തി, ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റുന്നു. ഇനി ഭാവിയിലും അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ആനുവൽ ഡേ വിഷ് ചെയ്യുന്നു. താങ്ക്സ്. ജയ് ഹിന്ദ്. Annual Day Report 2024-25. I am Mary Pauline, Headmistress, Tip Top Public School. Good evening everyone, and wishing a wonderful evening all of you. It's my pleasure and privilege to welcome you all today for our annual day celebrations. We have great pleasure in presenting to you the annual day report 2024-25. Our management
management has given all support in both educational and extracurricular activities. Mainly, our management has taken special attention for the safety of students, school maintenance, quality of education facilities and extra activities. As you all know, we started this academic year 2024-25. Reopening day function was conducted on June 3rd. Also, we welcomed our old students for their achievement in plus 2 and SSLC examination. 6 students who completed the year 2015-16 achieved full A+ and A grade in higher secondary, and 6 students who completed their 4th standard during 2016 and 17 scored A+ and A grade in SSLC exam. All are honored with mementos, and those prizes are awarded by Srimati Krishna Kumari, Councillor and Corporation Standing Committee Chairperson. In this occasion, I proudly announce that our former student got great achievements in curricular as well as co-curricular activities. Aisha Noor, daughter of Hafiz Mohammed, our manager, scored higher marks in NEET exam and she got admission for MBBS in Manjeri Medical College. This year also, many students appear in the entrance exam for professional courses and we expecting admission from them. Our former student Aisha Namra got A grade in English recitation in State School Kalolso. We requesting all of you, after your child complete from here, kindly inform us for their achievements time to time. School Parliament election conducted in a democratic manner on 14th June. All students of the school got an opportunity to cast their valuable votes using ballot paper. Elected members at the school parliament are School Leader Daksh PK, Assistant School Leader Marwa PP, Yellow House Leader Lakshiga, Blue House Leader Mitra, White House Leader Muhammad Ryan. For improving the extra skills of our students, we conduct various extra competitions. Additional to academic, we conducted chess coaching class by well-experienced FIDE rank trainer and conducted chess tournament. Daksh got first and Mohammad Ryan KT second and Mohammad Ajmal got third prize. Also, we giving abacus training by well-known abacus trainers from Master Brain Abacus. You all know abacus helps students improve their memory and their academic skills for their future. We proudly announce that this year, Master Brain conducted abacus interstate competition. More than 1,000 students were participated. Our 4 students become champion of champion in 150 students and 4 students champions. All other students performed well. Also, we giving karate training. Our students now in orange belt. Soon they will get green belt. On 22nd July, we celebrated Lunar Day. In connection with this day, our school arranged a special video presentation about the Lunar Day. It was very helpful to know about the things related to space and so on. On that day, we conducted various competitions like still model making, poster making, and video presentation. Most of the students participated very well. In still modeling senior section, Daksh got first and Safa got second place. In juniors, Adish got first place and Muhammad Isan got second and Amra Fatima got third place. In video presentation, Madhumita got first in seniors and in juniors, Amina Alhena got first place. We
conducted Spell Bee for our students on 6th August 2024 to enrich their vocabulary. Many tough words are given their competition. Students took great patience to study new words to make this competition easy. It is much helpful to their higher class. In seniors, Kensa Abdul Kalam, Muhammad Ajmal, Aisha Namra, Anay, Mitra, Fatima Faiha, Marwa and Ashwanand, and in juniors, Muhammad Mazin, Muhammad Izan, Muhammad Shazan, Fatin Shirshad, Shayan Muhammad, Ritik, Ania Meherin, Avantika Anil, Jessa Jeshid, Shaza Meherin are the winners. Our school celebrated 76th Independence Day with various colorful programs such as speech, patriotic songs and dances. Most of the students wore dresses like our great leaders. Flag hoisting by Marad Sub-Inspector of Police, Sri Sajit Kumar, and this function we awarded Lunar Day prizes and our students performed the march past well. Onam celebrated on 20th September with great pomp and pleasure. On that day, all our students and staff came with traditional dresses and make a beautiful flower carpet with delicious Onam paisam and sweets were distributed on that day. All our students enjoyed very well. Handwriting is the best identification of anyone for improving our students' handwriting. We conducted handwriting competition on 4/10/2024. Winners are Fariha Sabir, first A, Jessa Jeshid, first B, Mohammad Izan, second, Anay Evi, third standard, Devangana TP, fourth standard. Our school ground facilities are very limited, but we don't want to affect on students' activities. That reason, our sports day will be conducted on 10th October 2024 at Address Sports Center. In sports, senior individual champion is Ayan Famil PP and junior individual champion is Esa Saharesh Riyadh. We took our students to Waveland Water Theme Park on 28th October. Various competitions were conducted between houses. We gave more extra activities for making our students smart and challenging for future endeavors. Quiz competition between houses on 5th November 2024. All students performed well. First standard, first Jessa Jeshid, second place Aisha P and Avantika Anil. Second standard, first Mohammad Shazan, second Fatin Shirshad, Shayan Muhammad, Mohammad Izan Evi. Third standard, first Ashwanand and Madhumida N. Second, Ishal Fatima. Fourth standard, first Mitra and Marwa Pepi. Children's Day is celebrated on 14th November. Students wore Chachaji's dress and we conducted drawing and coloring competitions also. Mental math competitions will be conducted on 22nd 11/2024. It is very helpful to our students in maths and they can solve the problems very quickly. We got a wonderful result from our students. We conducted youth festival offstage programs in our school on 27th November and on-stage programs at Crown Auditorium on 28th November. Almost all students took part in various competitions. Senior champion is Madhumida and junior champion is Avantika Anil. On 20th December, we celebrated Christmas with Santa Claus, decorating Christmas tree and other colorful programs. For improving students' English communication skills, we conducted English debate for all classes on 17th January 2025. Winners are juniors Tansil Ahmad K and seniors Mitra first and second Anay Evi. Rengolso coloring and handwriting competition conducted our school on August 14th and 15th for students and staff respectively. Some students got selection in their international level competition.
With the help of Indian Dental Association Malabar branch, conducted school dental health program for all students on 27th January. I take this opportunity to thank our manager officer who worked hard and given a great support to me for all above, and my sincere thanks to all my colleagues. I conclude here, and special thanks to all parents supporting with us. Thank you. Jai Hind. Thank you, ma'am. Good evening, all. I feel proud and privileged to stand before you on this 35th annual day celebration of Tip Top Public School and Kindergarten. Before I present the annual report, I welcome everyone to this occasion. We started this academic year with a grand opening ceremony on 1st of June. And our school collectively has an enthusiastic and dedicated team of 6 teaching staffs and 3 supporting staff. To enhance their personality and physical strength, we conducted Sports Day on 10th of October. It was on our Address Sports Center, Madura Bazar, and the overall winner was Nitara Loshit. To showcase their extracurricular activities, we held Youth Festival over 2 days. It was on 26th and 28th of November. Our on-stage performance took place at Crown Auditorium, Naduvattam, and our overall winner is Parvati K. On 15th August, we celebrated Independence Day and we hosted National Flag, and we enjoyed a patriotic dance performance by our tiny tots. Our Onam celebration was on 13th September, and we decorated our school with a beautiful flower carpet and sweets were distributed. Our Christmas celebration was on 20th of December, and we arranged a beautiful Christmas tree and we arranged a surprise Christmas carol for our students. Spell Bee competition was on 3rd January. Our winners are Dana Fatima and Muhammad Emin Aibak. Handwriting competition was on 4th October, and winners are Ahmad Alan and Aisha Minha. As part of Children's Day celebration, we conducted coloring competition and memory test. And coloring competition winners are Parvati K, and our memory test winners are Dhyan Krishna and Bayan Arif Bashir. We hosted a vibrant coloring competition Rangolsa for our students. Several students were awarded prizes for their performance. To promote the mental development, we started Abacus class, which enhanced focus, concentration, and mental math skill. Our students achieved impressive results in Master Brain Abacus competition. Apart from all the regular programs, we conducted Toys Day, Snacks Day, Fruit Salad Day, Puppets Day, etc. And we conducted parents, teachers meetings for every individual classes. A dental checkup camp was arranged on January 6 for our students and staff, and they provided an awareness class for students. We look forward for continuing and expanding these activities in the coming years.
ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ശ്രീ OK ഹാഫിസ് മുഹമ്മദ്, നമ്മുടെ സ്കൂൾ മാനേജർ, നമുക്ക് ഇന്നിവിടെ മുഖ്യ അതിഥിയായിട്ടുള്ള ശ്രീ TPM സജൽ മുഹമ്മദ്, സെക്രട്ടറി, MES സ്കൂൾ പാവങ്ങാട്, നമ്മോടൊപ്പമുള്ള ശ്രീ NC അബ്ദുള്ളക്കുട്ടി, HM കാലിക്കറ്റ് ഓർഫനേജ് സ്കൂൾ, അതുപോലെ ബഹുമാന്യനായ ശ്രീ NPC അബ്ദുൾ റഹ്മാൻ, MES വിങ്, അതോടൊപ്പം മിസ്സിസ് സുബീറ സഫർ, HM എജു കൺസെപ്റ്റ് അക്കാഡമി, നമ്മുടെ സ്കൂൾ ലീഡർ ശ്രീ ദക്ഷ് PK, നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി മേരി പോളിൻ, കിൻഡർ ഗാർഡൻ സ്കൂൾ ധന്യ ഭാർഗവൻ HM തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള PTA സെക്രട്ടറി ആയിട്ടുള്ള ഷിജി, കൂടാതെ എപ്പോഴും സ്കൂളിലെ നിറസാന്നിധ്യമായിട്ടുള്ള ശ്രീ നജീം ഭായ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട PTA പ്രതിനിധികളെ, MPTA പ്രതിനിധികളെ, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, ഇന്ന് നിങ്ങൾ സെലിബ്രേഷനാണ് അല്ലേ? ആനുവൽ ഡേ സെലിബ്രേഷനിലാണ് നിങ്ങൾ. ഇന്ന് കൂടുതൽ സംസാരമൊന്നും കേൾക്കാനുള്ള ഒരു മൂഡിലല്ല നിങ്ങൾ ആരും ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രോഗ്രാം വയ്ക്കുന്നത് അല്പം മെസ്സേജസ് ഇങ്ങനെ കൂടിയിരിക്കുന്ന പാരൻസിനും കുട്ടികൾക്കും ഏതാനും നല്ല സന്ദേശങ്ങൾ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ അല്ലേ? അപ്പോൾ വളരെ ചെറിയ ചുരുക്കത്തിൽ ഇവിടെ നമ്മുടെ മുഖ്യ അതിഥിയുണ്ട്. ആ ബേസിൽ ജോസഫിൻ്റെ ഇപ്പം ഇറങ്ങിയ സിനിമയാണ് പൊന്മാൻ. അതിൽ പുതിയൊരു വാക്കും കൂടി വന്നിട്ടുണ്ട്, ബ്രൈഡാത്തിയേന്ന് അല്ലേ? കണ്ണ് കെട്ടി പിന്നെ നിന്നെ മിന്നു കെട്ടി എന്നുള്ളൊരു പാട്ടുണ്ട്. അത് പാടിയത് ആരാണ്? ഒരു ഡോക്ടറാണ്, അതും സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണ് പാടിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പഠനത്തോടൊപ്പം നമ്മുടെ പാഷനെയും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം ബേപ്പൂർ ഫെസ്റ്റ് നമ്മുടെ ഇവിടെ നടക്കുകയുണ്ടായി. ലക്ഷങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ ബാൻഡ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ എന്താണ്? ബിടെക്കുകാരനാണ്, എഞ്ചിനീയർ ആയിരുന്നു. അതേസമയം ഇപ്പോൾ അദ്ദേഹം എന്താണ്? വളരെ കഴിവുറ്റ ഗായകനാണ്, സംവിധായകനാണ്, സിനിമാ നിർമ്മാതാവാണ്, സിനിമാ രചയിതാവാണ്. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ പാഷൻ സിനിമയായിരുന്നു അല്ലെങ്കിൽ ഗാനമായിരുന്നു. അത് അദ്ദേഹം കൊണ്ടു നടന്നു. അതേസമയം വിദ്യാഭ്യാസത്തെ കൈവിട്ടില്ല. അങ്ങനെ ഓരോ മേഖലയിൽ നോക്കിയാലും മികച്ചു നിൽക്കുന്നവർ പലരും, എല്ലാവർക്കും പറ്റിയിട്ടില്ല. ഇപ്പം എൻ്റെയൊക്കെ തലമുറയിലുള്ളവർക്ക് ഇത് സാധിച്ചിട്ടില്ല, അല്ലെ? നിങ്ങളുടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ വീട്ടുകാർക്ക് ഇത് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ജീവിത പ്രാരബ്ധങ്ങളിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞ് മക്കളായി, ഭർത്താവായി, പിന്നെ അവരുടെ പ്രശ്നങ്ങളായി, പ്രസവമായി, ബന്ധുക്കളുടെ കാര്യങ്ങളായി, അങ്ങനെ നമ്മൾ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ പാഷനെ കൈവെടിഞ്ഞവരാണ് പലരും. നമുക്കിപ്പോൾ വല്ല റെസിഡൻസ് അസോസിയേഷനോ വല്ല കുടുംബശ്രീ കലാമേളയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവുകളെ ഒന്നിപ്പോൾ പുറത്തെടുക്കാൻ ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ഇപ്പോൾ അച്ഛനമ്മമാർക്കും ചാൻസ് ഉണ്ട്. അതേസമയം മക്കൾക്ക് വളരെ വളരെ നല്ല ഒരു സമയത്താണ് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന് പോലുള്ള ചതിക്കുഴികളെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് വേറൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഇത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിച്ചത് എന്താണെന്നറിയില്ല. കുട്ടികൾക്ക് ചോരയെ പേടിയില്ല. ഉപ്പൂപ്പ ഉമ്മൂമ്മമാരെ അല്ലെ അപ്പൂപ്പൻ അമ്മൂമ്മമാരെ ഒന്നും വെട്ടിക്കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ഒരു തലമുറ നമ്മുടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ TV-യിൽ കണ്ടു. പോലീസുകാരുടെ ജീപ്പ് ഇടിച്ച് തകർത്ത് പോലീസുകാരോട് തെറി വിളിച്ച് പറയുന്ന പെൺകുട്ടി. നമ്മൾ സ്ത്രീകൾക്ക് ഇത്തരം സ്വഭാവമൊന്നുമില്ല എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു വിചാരം. പക്ഷേ പെൺകുട്ടി നമ്മളെല്ലാവരും കണ്ടു. അങ്ങനെയുള്ളൊരു കാലത്തെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. നല്ല സമയമാണ്. ആ നല്ല സമയത്തെ നിങ്ങളുടെ മക്കളിലേക്ക് അവരിലേക്ക് ചേർത്ത് നിർത്തുവാനും അവരുടെ പാഷനെയും അവരുടെ വിദ്യാഭ്യാസത്തെയും കണ്ണോട് കൺചേർത്ത് കൊണ്ടു നടക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. നേരത്തെ പറഞ്ഞ ചതിക്കുഴികളിലേക്ക് നമ്മുടെ കൂടെയുള്ളത് കൊച്ചു മക്കളാണ്. വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ അധ്യാപകർ നടത്തി കൊടുക്കും. ഇപ്പോഴത്തെ കാലത്ത് അധ്യാപകർ കുട്ടികളുടെ വളരെ കൂടെ തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകും, മാഷ കാണും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഓരോ കാര്യത്തിലും അധ്യാപകൻ നമ്മുടെ കൂടെയൊന്നുമില്ല. ചിലരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല. അപ്പോൾ സ്കൂളത്തെ കാര്യം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ ചതിയിൽ പെട്ടിട്ടില്ല, ട്രാപ്പിൽ പെട്ടിട്ടില്ല, ആരും നമ്മളെ മക്കളെ എന്തെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങളവിടെ വളരെ വിജിലൻ്റായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. കാരണം കൊച്ചു മക്കളാണ്. അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉറക്കം തൂങ്ങൽ അങ്ങനെയൊക്കെയുള്ള പെരുമാറ്റ വ്യത്യാസമൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ
നമ്മൾ മൊബൈലിലും ഇൻ്റർനെറ്റിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീണ് കിടന്നാൽ, ഞാൻ ചിലപ്പോൾ ഫീൽഡിൽ പോകുമ്പോൾ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലത്തെ ഏതെങ്കിലും ഒരാൾ ഫോണിൽ നോക്കി, പുരുഷന്മാരടക്കം നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് സംസാരിച്ചൊക്കെ പുറത്തിറങ്ങി വരെയും അദ്ദേഹത്തിൻ്റെ തല അതിൽ തന്നെയാണ്. ആര് വന്നു ആര് പോയി ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ചതിക്കുഴികളിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കാനും നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം അവരുടെ പാഷൻ കൊണ്ട് നടത്താനും നിങ്ങൾക്ക് സാധിക്കണം. വിദ്യാഭ്യാസമാവട്ടെ അവരുടെ ലഹരി, വായനയാവട്ടെ അവരുടെ ലഹരി, കലയാവട്ടെ അവരുടെ ലഹരി. ഇപ്പം നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ മ്യൂസിക് ഇങ്ങനെ ഒരു പാട്ട് പാടുമ്പോൾ നമ്മളെല്ലാവരും, നമ്മളെ ബോഡിയും നമ്മുടെ മനസ്സുമൊക്കെ ആ മ്യൂസിക്കിനനുസരിച്ച് താളം പിടിക്കുകയാണ്. അത് അങ്ങനെയുള്ളൊരു സഹൃദയത്തുള്ളവന് ഒരിക്കലും അരുംകൊലകളും മയക്കുമരുന്നിൻ്റെ ഒന്നും പിന്നാലെ പോകാൻ പറ്റില്ല. നമ്മളെല്ലാവരും സഹൃദയരാവട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം എല്ലാ വർഷവും എന്നെ വിളിക്കാറുണ്ട്. ഇതെൻ്റെ ഈ ഒരു സമയത്ത് ലാസ്റ്റ് വർഷമാണ്. കൗൺസിലർഷിപ്പ് 5 കൊല്ലാണല്ലോ. അപ്പം നെക്സ്റ്റ് വാർഷികത്തിന് പുതിയൊരു കൗൺസിലർ നിങ്ങളുടെ മുന്നിലുണ്ടാവും. അപ്പോൾ അതും കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Journey of 1,000 miles start with a single step. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ടിപ്പ് ടോപ്പ് പബ്ലിക് സ്കൂളിൻ്റെ എല്ലാമായ പാരൻസും ടീച്ചേഴ്സും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചെയ്യോ? ഒന്ന് ഉറക്കനെ കൈയടിച്ചാട്ടെ എല്ലാവരും. ടിപ്പ് ടോപ്പും അരക്കിണറിൻ്റും ശബ്ദം ഇത് പോരാ. ഒന്നുകൂടി നല്ല ശക്തിയോടെ കൂടെ ആ ടിപ്പ് ടോപ്പ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ടിപ്പ് ടോപ്പ്. ആ സ്കൂളിൻ്റെ ശക്തി കിട്ടണമെങ്കിൽ ടിപ്പ് ടോപ്പ് എന്നുള്ള ആ ഒരു അടി വരണം. അപ്പോൾ ഒന്നുകൂടി 1 2 3. ഇപ്പം ടിപ്പ് ടോപ്പിൻ്റെ അടുത്ത് എത്തി. ഇനി നാളെ നമുക്ക് അലങ്കാരമാകേണ്ടി വരും. ഇവിടെ കൈയടിച്ചത് എന്തിനാണെന്ന് ആരും എന്നോട് ചോദിച്ചില്ല. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്കൂള് നടത്തുന്നൊരു മാനേജറാണ്. ഏകദേശം 950ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു MESൻ്റെ സ്കൂളിൽ നടത്തുന്നൊരു മാനേജർക്ക് ഇവിടെ വരുമ്പോൾ കാണുന്ന സ്ഥിരം മുഖങ്ങൾ ഉദ്ദേശിച്ചാൽ അമ്മമാർ. അച്ഛന്മാരെ കിട്ടില്ല. അച്ഛന്മാർ അവിടെ ഇവിടെയൊക്കെ ആവും. അപ്പോൾ ഈ കയ്യടി നിങ്ങൾക്ക് അമ്മമാർക്കാണ്. 4:30 മണി എന്ന് പറഞ്ഞാൽ അവർ 4:30 മണിക്ക് എത്തും, കുട്ടികളെ കൊണ്ടെത്തും. അച്ഛന്മാർ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 8 മണിക്കൊക്കെ ഡാൻസും പാട്ടും തുടങ്ങിയാൽ വരും അല്ലേ? അങ്ങനല്ലേ? സത്യമല്ലേ? അപ്പോൾ ഈ കയ്യടി ആർക്കാ പോയത്? നിങ്ങൾ അമ്മമാർക്കാണ്. ആർക്ക് വേണ്ടി? ടിപ്പ് ടോപ്പിന് വേണ്ടി. മറ്റാർക്ക് വേണ്ടി? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ജീവിതത്തിൽ നമ്മൾ പല പ്ലാറ്റ്ഫോമും ഉണ്ടാക്കി കൊടുക്കും അല്ലേ? എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ആണെന്ന് പറഞ്ഞാൽ ലോകം മുമ്പോട്ട് പോവോ? ഇല്ലല്ലോ. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളുണ്ടാവും. അപ്പോൾ ഈ കഴിവുകൾ എപ്പോൾ കണ്ടുപിടിക്കും? എപ്പോഴാണ് ഒരു കുട്ടിയുടെ കഴിവ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം? 10ാം ക്ലാസ്സിൻ്റെ കഴിവ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? +2 എത്തിയ കുട്ടികളുടെ കഴിവ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അവർക്കൊക്കെ മൊബൈൽ ഒരു കഴിവല്ല. മൊബൈലെന്ന് 2ാം വയസ്സും 3ാം വയസ്സും എൻ്റെ കഴിവാണ് അല്ലേ? ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ ആദ്യം മൊബൈൽ. അതാണ് നമ്മളിപ്പോഴത്തെ പുതിയ കൾച്ചർ. സത്യമല്ലേ ഞാൻ പറയുന്നത്? ഇന്ന് കുട്ടികൾക്ക് മൊബൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം മുമ്പോട്ട് പോകില്ല. സ്റ്റാർട്ട്സ് ഫ്രം വെയർ? എവിടുന്നത് സ്റ്റാർട്ട് ചെയ്യണത്? നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലേ? അവർക്ക് റോഡിൽ നിന്ന് പോയാൽ മൊബൈൽ കിട്ടൂലല്ലോ. ആരാ കൊടുക്കുക? നമ്മളെ വീട്ടിൽ നിന്ന്. അപ്പോൾ ആരാ നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? നമ്മളെ വീട്ടിൽ നിന്ന്. അത് മാറണമെന്നുണ്ടെങ്കിൽ, അവരെ കഴിവുകൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മൊബൈൽ അല്ലാത്ത മറ്റു പല സംഘങ്ങളുമുണ്ട്. 2ാം വയസ്സായ കുട്ടിയുടെ UK സ്റ്റഡി, UK-ലുള്ള ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി പഠിച്ചത് 2 വയസ്സാവുമ്പോൾ കുട്ടികൾക്ക് 2 വയസ്സാവുമ്പോൾ ആ കുട്ടിയുടെ ടേസ്റ്റ് എന്താന്ന് അറിയാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് അവൈലബിളാണ്. ആ കുട്ടി വാശിക്കാരനാവും. ചിലപ്പം
സ്ലോ റണ്ണറാവും. ചിലപ്പം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സൂക്ഷ്മ പരിശോധനയോടുകൂടെ അത് കേൾക്കും. ചിലത് പ്രതികരിക്കും. 2-ാം വയസ്സും 3-ാം വയസ്സും കൂടെ കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം? ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രായത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ ഇന്ന് കുട്ടികൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ്. പുറത്തിറങ്ങിയാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസൊക്കെ എങ്ങനെ പോകണം തീരുമാനിക്കുന്നത് അതാ നമ്മളെ വീട്ടിൽ നിന്ന്. അതിനെ കൊണ്ട് ഞാൻ പറഞ്ഞത് ദ ജേർണി ഓഫ് 1000 മൈൽസ്, 1000 കിലോമീറ്ററുകളിലെ യാത്ര ആരംഭിക്കുന്നത് ആദ്യ സ്റ്റെപ്പോട് കൂടിയാണ്. ഒരു സ്റ്റെപ്പ് വേണം. നിങ്ങൾക്ക് മാനാഞ്ചിറയിൽ പോകണം, നിങ്ങൾക്ക് SM സ്ട്രീറ്റ് പോകണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി വെക്കണം, എന്നാലേ മാനാഞ്ചിറ എത്തുള്ളൂ. ആ സ്റ്റെപ്പ് തിരിച്ച് ബേപ്പൂരിലേക്ക് പോയാലോ മാനാഞ്ചിറ എത്തുമോ? ഇല്ല. ആ സ്റ്റെപ്പ് എന്താണെന്നറിയണം. ആ സ്റ്റെപ്പാണ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ സാധനം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വിദ്യാഭ്യാസവും അഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ പഠിക്കണം. അതിന് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, സൊസൈറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഒരൊറ്റ സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. കുട്ടികളുമായുള്ള ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ പറയും. ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ചൈൽഡ് ബ്രിങ്സ് ഇൻ ദ ബെസ്റ്റ് ഓഫ് ഇറ്റ് ഹിം. അത് കുട്ടിയാകട്ടെ വലിയവരാകട്ടെ, കമ്മ്യൂണിക്കേഷൻ. ഭർത്താവ് ഭാര്യ ബന്ധത്തിലാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ബെസ്റ്റ് ടൂൾ. നല്ലതാവാം, ചീത്തയാവാം, കുറ്റങ്ങളാവാം, പരിഭവങ്ങളാവാം. പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വ്രണമായി മാറും. ഇപ്പോൾ കുട്ടികളിൽ നിന്ന് ആരംഭിക്കുക ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ. എല്ലാവരും വെക്കേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ജീവിതത്തിൽ ഇന്ന് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ വേർഡ് മാത്രമേ നമുക്കുള്ളൂ. 1-ാം വയസ്സായ കുട്ടിയോട് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഉണ്ടാവില്ലേ? പല വീഡിയോസ് നമ്മൾ കാണല്ലേ? 1-ാം വയസ്സുകാർ പാട്ട് പാടുന്നതും 1-ാം വയസ്സുകാർ ചീത്ത പറയുന്നതും 1-ാം വയസ്സുകാർ നല്ല കാര്യം ചെയ്യുന്നതൊക്കെ ടെക്നോളജി. ഈ കുട്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നമ്മളെ അക്കൗണ്ട് അവർക്ക് തറയാം. നിങ്ങൾ എന്ത് പാസ്വേഡ് വെച്ചിട്ടും കാര്യമല്ല, അവരത് തുറക്കും, അവരത് തുറന്നിരിക്കും. കാരണം അത്രയും സൂക്ഷ്മ പരിശോധനയുള്ള കുട്ടികളാണ്. ഈ ടിപ് ടോപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ഹാഫിസ് നമ്മളെ മെമ്പറാണ്. നമ്മൾ മീറ്റിംഗൊക്കെ നടക്കുമ്പോൾ ഹാഫിസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഹൗ ഹി വോണ്ട്സ് ടു റൺ ദ ഷോ. അതിനെക്കാട്ടിയൊക്കെ ഒരു മൂത്താപ്പ ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ NPC എല്ലാ കാര്യവും പഠിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമ്മളെ കമ്മിറ്റിയിലൊക്കെ എന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളിയുടെ ആ ഒരു ഏജിൻ്റെ കാറ്റഗറിയിലല്ല നമ്മൾ കാണുക. വിസ്ഡം, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ് നമ്മൾ പറഞ്ഞു വരിക. ഇപ്പോഴും കൂടി എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് പുള്ളിയുടെ വിസ്ഡമാണ്. അത് എല്ലാവരിലേക്കും പകരണം. പാപ്പ, അച്ഛൻ, അമ്മ, ഉമ്മ, എന്ത് പേരും ആകട്ടെ, കുട്ടി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഇന്ന് പെണ്ണുങ്ങൾക്കാണ് കാലം, പെൺകുട്ടിക്കാണ് അധികാരം അല്ലേ? കാലഘട്ടം അങ്ങനെയല്ലേ? എല്ലാ ആനുകൂല്യങ്ങളും പെൺകുട്ടിക്ക് കേൾക്കാം. പക്ഷേ ആ പെൺകുട്ടികളിലാണ് ലോകം കിടക്കുന്നത്. നിങ്ങളുടെ കൈമല്ലാണ് ഈ കുട്ടികളുടെ ഭാവി കിടക്കുന്നത്. നിങ്ങൾ അതിനെക്കൊണ്ടാണ് ഇത്ര ക്രൗഡായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അച്ഛന്മാരൊക്കെ വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളാണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. സോ യുവർ സ്റ്റെപ്പ് ടുവേർഡ്സ് യുവർ സൺ സ്റ്റാർട്ട്സ് വിത്ത് യു മദർ. I hope and wish MES will be behind this tip top for all the endeavors. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ട് ഓഫീസിനോട് ഇവിടുന്ന് 4-ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികളെ സ്ട്രെയിറ്റ് അവേ ടു MES. വേറൊരു സാധനം വേണ്ട. വി വിൽ എൻ്റർ ഇറ്റ്. കാരണം അങ്ങനത്തെ ബാക്ക് ബോൺ ഉണ്ട്. കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്ക് ബോൺ ഓഫീസ് ഞാൻ ഇവിടെ കണ്ടു. ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയതൊക്കെ HM-ൻ്റെയും പ്രിൻസിപ്പാളെ വർക്കുകൾ ഞാൻ ശ്രമിച്ചു. അതൊക്കെ കുട്ടികളിലെ കഴിവുകൾ പുറത്തെത്തിക്കുന്നതാണ്. അത് വീടുകളിൽ നിന്ന് ഒന്ന് ഡയമണ്ടിനെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല മനുഷ്യരെ കിട്ടും. എല്ലാവരും ഡോക്ടറാകരുത്, എല്ലാവരും എഞ്ചിനീയറാകരുത്, നല്ല മനുഷ്യരാകുക. ഒരു എഞ്ചിനീയറായിട്ട് എന്താ കാര്യം, ഒരു ഡോക്ടറായിട്ട് എന്താ കാര്യം? ഇപ്പോൾ നിങ്ങളൊക്കെ ഇന്നത്തെ പത്രത്തിൽ വായിച്ചു റാഗിങ് നടക്കുന്നത്. അവർ നേഴ്സുമാരാണ്, നാളെ നമ്മളെ ചികിത്സിക്കേണ്ട ആളുകളാണ്. എന്താണ് അവിടെ ചെയ്തത്? നേഴ്സിങ്ങിൽ പഠിക്കുന്ന കുട്ടികളാണ് ചെയ്തത്. ആരൊക്കെ? സ്വന്തം സഹപാഠിയെ. അപ്പോൾ ഒരൊറ്റ കാര്യം ഇതിൽ ആവശ്യമുള്ളൂ, സ്റ്റാർട്ട് ഗുഡ്. നല്ല ഇൻഡിവിജ്വൽസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ള എല്ലാ ആശീർവാദങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. ഈ പെർട്ടിക്കുലർ സ്കൂളിൽ നിന്നാണ് നിങ്ങളുടെ കുട്ടികളെ ടിപ് ടോപ്പ് ഇനിയും ടിപ് ടോപ്പായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡിൽ ഊന്നി നിന്ന് ജീവിതം മുമ്പോട്ട് പോകാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഏറ്റവും പ്രിയപ്പെട്ട
ഈ പരിപാടിയുടെ ഉദ്ഘാടക കൃഷ്ണകുമാരി മാഡം, അതേപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഒക്കെ ഹാഫിസ് മുഹമ്മദ് സാർ, ചീഫ് ഗസ്റ്റ് TPM ഷാജൽ മുഹമ്മദ്, സെക്രട്ടറി MES സ്കൂൾ, മറ്റ് പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചുകുട്ടികളുടെ കലാപരിപാടികളാണെന്നറിയാം. എങ്കിലും എല്ലാ വർഷവും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 8ാമത്തെ വർഷമാണ് ഈ വിദ്യാലയം സന്ദർശിക്കുന്നത്. 2017 മുതൽ ഈ സ്ഥാപനത്തിലെ ഒരു നിത്യസന്ദർശകനും അതേപോലെ ഈ സ്ഥാപനം എന്താണ് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളും എന്ന നിലയിൽ ഓരോ വർഷവും നിങ്ങളുടെ പരിപാടിയിൽ സംബന്ധിക്കുക എന്നത് ഏറെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഒരു വിദ്യാലയം സമൂഹത്തിൽ എന്തായിരിക്കണം എന്നതിൻ്റെ ഉത്തമ നിദർശനമാണ് ടിപ് ടോപ്പ് സ്കൂൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് 12,000-ത്തിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് തലത്തിലും എയ്ഡഡ് തലത്തിലും അൺഎയ്ഡഡ് തലങ്ങളിലും ഒക്കെയുണ്ട്. അപ്പോൾ ഈ വിദ്യാലയങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവയാണ്. ഇവിടെ ചീഫ് ഗസ്റ്റ് സൂചിപ്പിച്ച പോലെ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ മനസ്സിലെ അവരുടെ സഹൃദയത്വം പുറത്തു കൊണ്ടുവരിക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായ ലക്ഷ്യം. നല്ല കുട്ടിയായി, നല്ല പൗരനായി, നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഏറ്റവും വലിയ പിന്തുണ എന്നത് നിങ്ങളുടെ കുട്ടികളെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ കലാലയത്തിലേക്ക് വരുമ്പം അവരുടെ പരിപാടികൾ കാണാനും അവർക്ക് പ്രോത്സാഹനം നൽകാനും നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ഈ സന്തോഷം തന്നെയാണ്. നിങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുന്നു, അവർ സമൂഹത്തിൻ്റെതാണ്, നല്ല പൗരന്മാരായി മാറണം എന്ന ഓരോ വ്യക്തിയുടെയും ഗുണകാംക്ഷയാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം പ്രതീക്ഷിക്കുന്നത്. എന്താണ് സമൂഹത്തിൽ ഓരോരുത്തർക്കും ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ പ്രവാചകൻ്റെ അനുചരന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് മതം? പ്രവാചകൻ ഒരു ഉത്തരം മാത്രമാണ് പറഞ്ഞത്, അത് ഗുണകാംക്ഷയാണ്. മതം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ആ മതമാണ് നമ്മുടെ വിദ്യാഭ്യാസം. ഓരോ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അവൻ്റെ ഡെവലപ്മെൻ്റ് സ്റ്റേജിൽ, വികാസ പരിണാമ ഘട്ടങ്ങളിൽ അവൻ ഉണ്ടായിരിക്കേണ്ടത് ഈ ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും നന്നായി വളരണം, ആരും എൻ്റെ ശത്രുവല്ല, സമൂഹം നന്നായി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് കേരളത്തിലെ കലാലയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തും നമ്മൾ റാഗിങ് പോലെയുള്ള പല അസാൻമാർഗിക കാര്യങ്ങളും വായിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറി ചിന്തിക്കണമെങ്കിൽ തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് വിദ്യാഭ്യാസമെന്നും എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നല്ല പൗരന്മാരായി നല്ല പൗരന്മാരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം ധാർമ്മിക ചിന്തകളും സന്മാർഗ ബോധവുമുള്ള രീതിയിൽ നമുക്ക് കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് നിങ്ങളുള്ളത്. ഇവിടെ അവതരിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള പരിപാടികളായിരുന്നാലും അവരൊന്നാണെന്നുള്ള ബോധമാണ് അവർക്ക് നൽകുന്നത്. നമ്മൾ ഒളിമ്പിക്സ് കൊണ്ടാടുന്നു, ഫുട്ബോൾ മാച്ച് കളിക്കുന്നു, എല്ലാ പരിപാടികളും നമ്മൾ ഒന്നിക്കുന്നു, എവിടെയോ നമ്മൾ വേറിട്ട് പോകുന്നു. ആ വേറിടാൻ പാടില്ല എന്ന ഒരു ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിവതും പരിശ്രമിക്കാം. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ആ ഒരു മനസ്സോടുകൂടി നമുക്ക് ഒരുമിച്ച് സമൂഹത്തെ നയിക്കാൻ സാധിക്കട്ടെ. ടിപ് ടോപ്പ് സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ദൈവാനുഗ്രഹം നമ്മളിൽ എല്ലാവരും ചൊരിയുമാറാകട്ടെ. വിദ്യാഭ്യാസ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ മുമ്പ് സംസാരിച്ച ചീഫ് ഗസ്റ്റ്, ഉദ്ഘാടക അബ്ദുള്ളക്കുട്ടി എന്നിവരെല്ലാവരും മാന്യമായ രൂപത്തിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ അധ്യക്ഷൻ ഹാഫിസ് മുഹമ്മദ് മറ്റു വേദിയിലും
സദസ്സിലുള്ള രക്ഷിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ആവശ്യമെന്ന് പറയുന്നത്, കാരണം ശാസ്ത്രം വളരുംതോറും IT രംഗങ്ങൾ നമ്മൾ ഓടിയിട്ട് എത്താത്ത രൂപത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം കാണുന്നത് നാളേക്ക് മാറ്റി പറിക്കേണ്ടതായ അവസ്ഥയിലാണ് IT രംഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നാം എല്ലാവരും നമ്മുടെ അടുത്ത തലമുറയെ ഇത്തരം വളർത്തിയെടുക്കുക എന്നുള്ള ബോധത്തോടു കൂടി അവരെ സന്തോഷകരമായ രൂപത്തിൽ വളർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നാം ഒന്ന് ഊന്നൽ കൊണ്ട് ചിന്തിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോളേജ് ക്യാമ്പസിലും വിദ്യാഭ്യാസ മേഖലയിലും ലഹരി പദാർത്ഥങ്ങളുടെ ആഭിമുഖ്യമാണ്. കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മളെ പ്രധാന പാനീയം മദ്യമാവുമെന്ന് തോന്നുന്ന രൂപത്തിലാണ് കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാം നമ്മളുടെ അടുത്ത തലമുറയെ വളർത്തേണ്ടത്, ആ വളർത്തുന്നതിന് അനിവാര്യമായ ആവശ്യം ആത്മീയ ബോധത്തോടുകൂടി കുട്ടികളെ വളർത്തി ധാർമ്മികമായ മൂല്യങ്ങൾ കൈവിടാതെ നിങ്ങളുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നാൽ അടുത്ത തലമുറയായ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ നിർത്തി വളർത്താൻ കഴിയുകയുള്ളൂ. കാരണം അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതി. നാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? മക്കൾ വാപ്പയെ കൊല്ലുന്നു, വാപ്പ മക്കളെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ഇതെവിടേക്കാണ് നമ്മളുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പം ഇതിൻ്റെ ഒക്കെ കാരണം നമുക്ക് ധാർമ്മിക മൂല്യം വളരെയധികം നമ്മുടെ കൈമോശം വന്നു പോയിട്ടുണ്ട്. അത് നമ്മൾ പൂട്ടി പിടിച്ചാലേ നമ്മളുടെ ജീവിതത്തിലെ അടുത്ത തലമുറയെ നല്ല നിലക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഈ പറയുന്നത് നമ്മളിവിടെ നിന്ന് വെറുതെ പറയാമെന്നല്ലാതെ നിങ്ങൾ പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധവും നിങ്ങളിൽ കാണുന്നില്ല. രക്ഷിതാക്കൾ പുരുഷന്മാരേതായാലും ഉണ്ടാവില്ല, ഉള്ള സ്ത്രീകൾ അത് ശ്രദ്ധിക്കുന്നുമില്ല. എന്താണ് ഈ പറയുന്നത്? ധാർമ്മിക മൂല്യം എന്നാൽ എന്താണ്? ദൈവം ലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായ അവസ്ഥയിലുള്ള ധാർമ്മിക ബോധം എല്ലാം കാട്ടിത്തന്ന ദൈവമാണ്. അത് കൈവിട്ട് മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ നിന്നിട്ട്. അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയെ തലയിൽ കൈവച്ച് കരയേണ്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വരാതിരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടേതായ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാൻ ധാർമ്മിക മൂല്യം, വിദ്യാഭ്യാസം അനിവാര്യമാണ്. ആ വിദ്യാഭ്യാസത്തിൽ പെട്ടത് തന്നെയാണ് ധാർമ്മിക മൂല്യവും. അത് കൈവിടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. എനിക്ക് അമിതമായിട്ട് സംസാരിക്കാൻ പറ്റിയൊരവസ്ഥയല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Good evening, one and all. Respected chief guest, honorable pupils, teachers, parents, and my dear students. I hope you are having a good time. I know you are eagerly waiting for your children's performance, so I will shortly stop my speech. Firstly, I am very happy to and proud to standing here and talking to you. Especially I hearty thanks to Hafiz sir to give me this opportunity and stand me here. I hope your support to our EduConcept Academy, just like it did with Tip Top Public School and Tip Top Kindergarten. I wish you all the best to Tip Top Public School family and
Tip Top Kindergarten family. Thank you. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, കുട്ടികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഷിജി, PTA സെക്രട്ടറിയാണ്. ഞാനിവിടെ 8 വർഷത്തോളമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് ഈ സ്കൂളുമായിട്ട്. എൻ്റെ മൂത്ത മകൻ അമിത് സി ഇവിടെ 4ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ അശ്വൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പഠന പാരമ്പര്യ വിഷയങ്ങളിൽ കഴിവ് തെളിയിക്കാനുള്ള കുട്ടികളുടെ അവസരത്തിന് വഴിയൊരുക്കുന്ന നമ്മുടെ മാനേജർ നസീം ആഫീസ് സാറിനെയും ഇവിടുത്തെ ടീച്ചേഴ്സിനെയും നജീം സാറിനെയും എല്ലാവരെയും അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കട്ടെ. അതിൻ്റെ കൂടാതെ തന്നെ നമ്മളെ ആൻറ്റിമാരും കുട്ടികളുടെ പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്ന ആൻറ്റിമാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. പിന്നെ നജീം സാറിൻ്റെ PT ഉള്ള ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേകം എടുത്ത് പറയണം. പിന്നെ ടീച്ചേഴ്സ് ആയാലും കുട്ടികൾക്ക് എല്ലാവർക്കും സപ്പോർട്ടാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാം ആയാലും എല്ലാവരായാലും ഒരുപോലെ തന്നെ. മാമിൻ്റെ രീതിയിലല്ല, മറ്റ് ടീച്ചേഴ്സിനുമായിട്ട് തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് ഇനിയുള്ള വർഷങ്ങളിലും ഈ സ്കൂളിൻ്റെ പേരും പെരുമയും പ്രശസ്തിയും വാനോളം ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആനുവൽ ഡേ ദിവസത്തിൽ എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. Respected dignitaries on the dais, manager, administrator, headmistress, teachers and my dear friends, a very warm good evening to all. On this auspicious occasion, it is a great honor and privilege to propose vote of thanks. First of all, I would like to convey my sincere thanks to the Honorable Chief Guest who spent his valuable time with us and our managers' constant motivation. I am also happy to thank a group of wonderful teachers who guided us, and above all, our heartfelt thanks to our headmistress for guiding us to make this event a great success. And at last but not the least, we thank our dear audience behalf of the headmistress and entire teaching and non-teaching faculties along with the school kids for sharing us. Thank you. Jai Hind. താങ്ക്സ്. എല്ലാവരും ക്ഷമ സ്വീകരിച്ച എല്ലാവർക്കും താങ്ക്സ് പറയാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ 6 മണിക്കാണ് നമ്മുടെ കലാപരിപാടികൾ കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങാൻ വിചാരിച്ചത്. 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റ് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂലേ? അല്ല, ലേറ്റ് ആയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ഒരു കൂപ്പൺ കൊടുത്തിട്ടുണ്ട് എഡ്യൂകോൺസെപ്റ്റ് അക്കാഡമിയുടെ. അതെല്ലാവരും അവിടെ ബോക്സിലിടണം. പ്രോഗ്രാമിന് ശേഷം മാത്രമായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക. പിന്നെ കുട്ടികളെ എല്ലാ പ്രോഗ്രാമിലും നന്നായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. പിന്നെ ബാക്ക് സൈഡിൽ ചെയർ ഇട്ട് തരുന്നതാണ്. ആൾ വരുന്നത് ചെയർ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ഉള്ള സീറ്റിലേക്ക് ഇരിക്കുക. പിന്നെ ചെയർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഓൾ.